ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ എന്നെ എൻ്റെ കുടുംബത്തിനും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് രാജേശ്വരി, ഇതെൻ്റെ മകൾ അമൃത VR. അമൃത. ഞങ്ങൾ വരുന്നത് ചെങ്ങന്നൂരിൽ നിന്നാണ്. കൃപാസനത്തെ പറ്റി ആദ്യം അറിയുന്നത് ഞങ്ങളുടെ അടുത്തൊരു ചേച്ചി പറയുന്നത് നമുക്ക് കൃപാസനത്തിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. 17 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുക. സ്വന്തമായി ഒരു വീടോ ഭൂമിയോ ഒന്നും സ്വപ്നം കാണാനുള്ള ഇതുപോലും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഇങ്ങനെ വിഷമിച്ച് ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി. ഞാൻ അവിടെ അടുത്തൊരു വീട്ടിലാണ് ജോലിക്ക് പോകുന്നത്. ഇങ്ങനെ ഉടമ്പടി എടുത്ത് അവിടെ ജോലിക്ക് പോകുന്നത്. അങ്ങനെ 1 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അങ്ങനെ ഉടമ്പടി എടുത്ത് തിരിച്ച് അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പം അവിടുത്തെ ആൻറ്റി എന്നോട് പറഞ്ഞു, രാജി എവിടെയെങ്കിലും 5 സെൻറ്റ് സ്ഥലം നോക്ക്, ഞങ്ങൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥലം നോക്കി 2ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ സ്ഥലം ശരിയായി, എല്ലാം രജിസ്ട്രേഷനെല്ലാം കഴിഞ്ഞു. അങ്ങനെ പോയി വീടിന് പണിയാനൊന്നും ഉള്ള ഒരു നിവൃത്തിയൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. അങ്ങനെ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു. സ്ഥലമായതുകൊണ്ട് അവർ ലൈഫിൻ്റെ വീട് തരാമെന്ന് പറഞ്ഞു. 4 ലക്ഷം കൊണ്ടും പറ്റത്തില്ലായിരുന്നു. എങ്ങനെ ചെയ്യുമെന്ന് വിഷമിച്ചിരുന്ന് കുറച്ച് ലോൺ എടുത്തു. പിന്നെ ഞാൻ പോകുന്ന വീട്ടിലെ ആൻറ്റി സഹായിച്ചു, എല്ലാവരും സഹായിച്ചിപ്പം ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ലൊരു വീട് എനിക്ക് പണിയാൻ സാധിച്ചതിൽ അമ്മയ്ക്കും തിരുമാനും ഒരുപാട് നന്ദിയുണ്ട്. പാല് കാച്ചി 23-ാം തീയതിയാണ്. അതിൻ്റെ താക്കോലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വപ്നത്തിൽ പോലും ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും നല്ലൊരു വീട് പണിത് അതിൽ താമസിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ അതുപോലെ മോളുടെ നേഴ്സിങ്ങിൻ്റെ കാര്യവും വിചാരിച്ചില്ല നടക്കുമെന്ന്. അവൾ പറയും. എൻ്റെ പേര് അമൃത. അതിൽ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുമാനും 1000 നന്ദി. ഞാൻ കർണാടകയിൽ ഷിമോഗ എന്ന് പറയുന്ന സ്ഥലത്താണ് നഴ്സിംഗ് പഠിക്കുന്നത്. അവിടെ ആദ്യം ഈ വർഷം എനിക്ക് നഴ്സിങ്ങിന് പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അമ്മയിൽ അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈ വർഷം തന്നെ എനിക്ക് അവിടെ നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. ആദ്യത്തെ സെമസ്റ്ററിൻ്റെ ഫീസ് 3,75,000 അടയ്ക്കണമായിരുന്നു. അതിൻ്റെ ആദ്യ ഭാഗമായി 1 ലക്ഷം രൂപ അടയ്ക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. ഒരുപാട് അമ്മയിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവസാനം 1 ലക്ഷം രൂപ ഞങ്ങൾ അടച്ചു. അവിടെ ചെന്ന് അഡ്മിഷൻ എടുത്ത് ലോണിന് അപേക്ഷ കൊടുത്തു. ലോൺ പാസ്സാവുന്നതിന് ഞാൻ സൈൻ ചെയ്യാൻ വരണമായിരുന്നു. മാർച്ച് 4-ാം തീയതി സൈൻ ചെയ്യാനായിട്ട് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി. അച്ഛനാണ് എന്നെ കൂട്ടാൻ വന്നത്. അന്ന് കോളേജിൽ നിന്ന് ഞാൻ വൈകുന്നേരമാണ് ഇറങ്ങുന്നത്. അച്ഛനാണ് കൂട്ടാൻ വന്നത്. കോളേജിൽ നിന്ന് അച്ഛൻ്റെ ഒപ്പം ഞാൻ വന്നു. അന്ന് അച്ഛൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ അച്ഛന് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഹോട്ടലിൽ ചെന്നു. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അച്ഛൻ വെളിയിലോട്ട് ചെന്നു. ആ സമയം എനിക്ക് മനസ്സിലായി എന്നെ ഇരുത്തിയിട്ട് അച്ഛൻ മദ്യപിക്കാൻ പോയിരിക്കുകയാണെന്ന്. ഞാൻ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു. അമ്മയെ ഞാൻ ഒരുപോലെ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. അച്ഛൻ കുറച്ച് കഴിഞ്ഞ് എന്നെ ഇരുത്തിയ ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു. അച്ഛനപ്പോൾ ബോധം ഉണ്ടായിരുന്നില്ല, അൺകോൺഷ്യസ് ആയിരുന്നു ആൾ. ഞാനാണ് മുന്നിലിരിക്കുന്നതെന്നോ അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നില്ല. അച്ഛൻ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല. ആളെന്നോടൊന്നും മിണ്ടുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ അമ്മയെ വിളിച്ചു. അമ്മ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാനും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഭാഷ അറിയാത്ത നാട് അറിയാത്ത ആളുകൾ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ എൻ്റെ കൈ വിട്ടുപോയി. എന്തോ ആകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി റോഡിലോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ആരോ പിടിച്ചു നിർത്തിയ പോലെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഹോട്ടലിലുണ്ടായിരുന്നൊരു ചേട്ടനോട് കാര്യം പറഞ്ഞു. ആൾ കന്നഡ ആയതുകൊണ്ട് തന്നെ ആൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചേച്ചിയോട് കാര്യം പറയാനോട് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന ചേച്ചിയോട് കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി തമിഴായിരുന്നു. ഞാൻ കാര്യം പറഞ്ഞു. ഇതുപോലെ അച്ഛനാണ് എൻ്റെ കൂടെയുള്ളത്. എനിക്ക് അത്യാവശ്യമായി നാട്ടിൽ ചെന്നേ പറ്റുള്ളൂ. എനിക്ക് ഇന്ന് ഷിമോഗയിൽ നിന്ന് മംഗലാപുരം എത്തിയേ പറ്റുള്ളൂ. ട്രെയിൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 7 മണിക്കൂർ വേണം ഷിമോഗയിൽ നിന്ന് മംഗലാപുരം ചെല്ലുന്നതിന്.
അപ്പം ട്രെയിൻ കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് അത്ര സമയത്തിനുള്ളിൽ മംഗലാപുരം എത്തിയേ തീരൂ. അപ്പം ബസ്സിന് വേണം പോകാൻ. എനിക്ക് ഒറ്റയ്ക്ക് അച്ഛനെ കൊണ്ട് ബസ്സിന് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ കരഞ്ഞ അമ്മയെ വിളിച്ചു. അമ്മയുടെ അനിയത്തി കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഫോണിലോട്ട് വിളിച്ചു. അവർ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് കന്നഡ സംസാരിക്കാൻ അറിയുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഹോട്ടൽ ജീവനക്കാരോട് അവർ സംസാരിച്ചു. അവർ ചോദിച്ചത് ഇത് അച്ഛനും മകളും തന്നെയാണോ എന്ന് അവർക്ക് എന്താ തെളിവ്, അതാണ് അവർ ചോദിച്ചത്. അവസാനം അവർ സംസാരിച്ച് ഞങ്ങൾ അച്ഛനും മകളും തന്നെയാണെന്ന് അവർ ഉറപ്പ് വരുത്തി. അവസാനം അവർ തന്നെയാണ് ഞങ്ങൾക്ക് ബസ് ടിക്കറ്റും മറ്റും ബുക്ക് ചെയ്ത് തന്നത്. അച്ഛനെ അവിടെ നിർത്തി ഞാൻ തന്നെ പോരാനാണ് പറഞ്ഞത്. എനിക്കതിന് സാധിക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കുള്ള ബസ് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യിപ്പിച്ചു. അവിടെ നിന്ന് അച്ഛനെ കൊണ്ടുവന്നത്. വണ്ടിയിലിരുന്നും അച്ഛൻ അത് ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ മാതാവിനെ സമർപ്പിച്ചാണ് പ്രാർത്ഥിച്ചത്. മാതാവേ, ഇത്രയും നേരം എന്നെ സഹായിക്കാൻ ഞാൻ അറിയാത്ത ആരൊക്കെയോ ഉണ്ടായിരുന്നു. പ്രസൻസിലല്ലേ പോലും അവിടെ ഫോൺ വഴിയൊക്കെ സംസാരിച്ചാണ് ആരൊക്കെയോ എന്നോട് സംസാരിച്ച അവിടെ മാതാവിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തു. മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടതുപോലെ, എനിക്ക് സംരക്ഷണം നൽകിയതുപോലെ. അച്ഛൻ്റെ മുന്നിൽ വെച്ച് തന്നെ എന്തെങ്കിലും ചെയ്താൽ പോലും അറിയാത്ത രീതിയിലായിരുന്നു ആളുടെ അവസ്ഥയെന്ന്. അതുകൊണ്ട് തന്നെ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനല്ലാതെ ഞങ്ങൾക്കൊന്നും സാധിക്കില്ലായിരുന്നു. നാട്ടിലിരുന്ന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മാതാവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. മാതാവ് അന്നെൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. അന്ന് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അന്ന് ബസ്സിൽ ഞങ്ങൾ കയറിയ സമയത്ത് അച്ഛൻ അത് വണ്ടിയിലിരുന്ന് ഉപയോഗിക്കാൻ ശ്രമിച്ചു. മാതാവിനെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവ്, ഇനി ഇത് ഉപയോഗിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയുള്ള ആളുകളാണ്, എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് അവരോട് പറയേണ്ടതൊന്നും എനിക്കറിയില്ലായിരുന്നു. മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ ആളത് ഉപയോഗിച്ചിട്ടും കോൺഷ്യസ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അവിടെ തന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അന്ന് നാട്ടിലെത്തി. പക്ഷെ മാതാവിൻ്റെ ഒരു പ്രസൻസ്, മാതാവിൻ്റെ വലിയൊരു സംരക്ഷണമാണ് അന്ന് എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഇന്ന് ഇവിടെ നിൽക്കുമെന്ന് എനിക്ക് അറിയില്ല. ഇന്ന് മാതാവിനോട് ഇത് പറയാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മാതാവിൻ്റെ വലിയൊരു സംരക്ഷണമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളുടെ കുടുംബത്തിനും ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതല്ല ഇത്. എഡ്യൂക്കേഷൻ ലോൺ പാസ്സാവണമെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭൂമി വേണമായിരുന്നു. ആ ഭൂമി ഞങ്ങൾക്ക് മാതാവ് നൽകി. 23-ാം തീയതി ഞങ്ങളുടെ വീടിൻ്റെ കയറി താമസമാണ്. ഒരിക്കലും സാധിക്കില്ല. 17 വർഷത്തെ ഞങ്ങളുടെ ആഗ്രഹമാണ്. സ്വന്തമായിട്ടൊരു ഭൂമിയില്ല, വീടില്ല. പക്ഷെ അത് ഇപ്പം പ്രാവർത്തികരമായിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. മാതാവിനോട് അത് നേരിട്ട് വന്ന് പറയാൻ പറ്റിയതിലും സന്തോഷമുണ്ട്. മാതാവിനും തിരുവുമാരനും 1000 നന്ദി അറിയിച്ചോളുന്നു. കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ പത്രം അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. രാവിലത്തെ ഡെയിലി ബ്രീഡ് അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇനി മുന്നോട്ട് ഈ ഉടമ്പടിയിൽ തന്നെ ഞാനും എൻ്റെ കുടുംബവും പോകുന്നതായിരിക്കും. അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. സങ്കീർത്തനം 31:19 17 വർഷത്തോളം വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. അന്നൊന്നും പറ്റാത്ത കാര്യമാണ് ഉടമ്പടി എടുത്ത ഉടനടി ഈശോയും അമ്മയും ഒരുക്കി വെച്ച ആ അനുഗ്രഹം ഈ മകൾക്ക് കൊടുക്കുന്നത്. അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ആ ഒരുക്കി വെച്ച അനുഗ്രഹം ഉടമ്പടി എടുത്ത ഉടനടി 1 മാസത്തിനുള്ളിൽ ആ അനുഗ്രഹം ഈശോയും അമ്മയും ഈ മക്കൾക്ക് കൊടുക്കുകയായിരുന്നു. അങ്ങനെ സ്ഥലം വാങ്ങിക്കുകയും പിന്നീട് പഞ്ചായത്തിൽ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഒരു വീട് വിൽക്കുവാനുള്ള ഒരു ലിസ്റ്റ് വരികയും അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല സ്ഥലങ്ങളിലും പല രീതികളും പല വ്യക്തികളിൽ കൂടെയാണ് ഈശോയും അമ്മയും ഇടപെട്ട് ഒരു നല്ലൊരു ഭവനം നിർമ്മിക്കുവാൻ സാധിക്കുകയും ചെയ്തത്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ആ ഭവനത്തിൻ്റെ താക്കോലമായിട്ടാണ് അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ട് ഈ മക്കൾ കടന്നു വന്നിരിക്കുന്നത്. ഇത് അവരുടെ മെറിറ്റിലല്ല, അവർക്ക് അതിനുള്ള മെറിറ്റില്ല, യോഗ്യതയില്ല. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷെങ്കിൽ ഇന്ന് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കൃപയാലാണ് ഈ ഭവനം ലഭിച്ചതെന്നാണ് അവർ ഒച്ചത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. അത് പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് പരിശുദ്ധ അമ്മയുടെ കൃപയാൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്.
ആരുമില്ല, ഒന്നുമില്ല, ഒന്നും പറ്റും, ഒന്നും സാധിക്കില്ല എന്ന് തോന്നുന്ന അവസരത്തിൽ നമുക്കും ഓർമ്മിക്കാം, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ കാത്തുപരിപാലിക്കുന്ന, നമ്മുടെ കൂടെയുള്ള ഒരു ദൈവമാണ് നമ്മെ മുന്നോട്ട് കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. നമ്മെ സംരക്ഷിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവത്തിന് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് നമ്മൾ ചെയ്യുക. അതായത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വചനം, ദൈവത്തിന് പ്രശംസ ലഭിക്കാൻ തക്കവിധം പ്രവർത്തിക്കുക എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തെ ഹിതമനുസരിച്ച് അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറഞ്ഞ അമ്മയുടെ വചനമനുസരിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ ജീവിതം, നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കൃപ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രാജേശ്വരിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.